മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തെങ്കിലും അത്ര ഒരു പ്രൊമോഷൻ കൊടുക്കാത്ത, എന്നാൽ അധികം ആരും വലിയ ഡിസ്കസ് ചെയ്യാത്ത, ചർച്ച ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടായി. കേരളത്തിലെ പാർട്ടിയല്ല, അത് ബീഹാറിലെ പാർട്ടിയാണ്, നാഷണൽ ലെവലിൽ അവർ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ കേരളത്തിൽ അവർ അതിൻ്റെ ഒരു അലകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ വലിയ ചലനം അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ പാവപ്പെട്ട ആളുകൾ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ദളിത്, പിന്നോക്ക, മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ വലിയ സ്വാധീനം വന്നിട്ടുണ്ട്. പ്രൊഫസർ താമരാക്ഷൻ എന്ന് പറയുന്ന, നേരത്തെ പിന്നെ RSPയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന, പല പാർട്ടികളിലൊക്കെ ഉണ്ടായിരുന്ന പ്രൊഫസർ താമരാക്ഷൻ, അതുപോലെ തന്നെ കുറേ സന്യാസിമാർ, കുറേ പള്ളിയിലച്ചന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ, ഇങ്ങനെ കുറേ അധികം ആളുകൾ ഇപ്പോൾ ഹം എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ അവാം മോർച്ച എന്ന് പറയുന്ന സെക്കുലർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ സെക്കുലർ എന്നുള്ള അവകാശപ്പെടുന്ന ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, ഹം എന്ന പേരിൽ ഒരു പാർട്ടി ഈ കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത്ഭുതമില്ല. ഞാൻ പറഞ്ഞത് ബീഹാർ കേന്ദ്രീകൃത പാർട്ടിയാണ്. ബീഹാറിൽ ശക്തമായ നെറ്റ്വർക്കുണ്ട്. ബീഹാർ ആ നോർത്ത് വടക്കൻ സംസ്ഥാനങ്ങളിൽ നല്ല നെറ്റ്വർക്ക് ഉള്ളതാണ്. അവർ കേരളത്തിൽ ആ പാർട്ടി മത്സരിച്ചാലും അത്ഭുതമില്ല. അവർ ദളിത് കേന്ദ്രീകൃതമായിട്ടാണ് കൂടുതൽ വരുന്നത്, കാര്യങ്ങൾ ഇടപെടുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലാണ് കൂടുതൽ സാമ്പത്തിക ഉന്നമനം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു മൂവ്മെൻ്റാണ് അവർ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ഞാൻ പറയാൻ കാര്യം, ആര്യനാട് മണ്ഡലത്തിലെ കുറ്റിച്ചലിൽ നേരത്തെ KDP, കേരള ദളിത് പാർട്ടി എന്നൊക്കെ പറയുന്ന KDPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു കുറ്റിച്ചലിൽ നല്ലൊരു വിഭാഗം അത്തരത്തിലുള്ള വിഭാഗത്തിൽ, ദളിത് വിഭാഗത്തിൽപ്പെട്ട, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട, പിന്നോക്ക വിഭാഗത്തിലൊക്കെ പെടുന്ന ലിസ്റ്റിൽ, ഞാൻ മുന്നോക്ക അർത്ഥത്തിൽ പറഞ്ഞാൽ ലിസ്റ്റിൽപ്പെടുന്ന, സർക്കാരിൻ്റെ ലിസ്റ്റിൽപ്പെടുന്ന ഒത്തിരിയധികം ആളുകളുള്ള, നല്ലൊരു ശതമാനം ആളുകളുള്ള പഞ്ചായത്താണ് കുറ്റിച്ചൽ. അതുപോലെ ആര്യനാട് പഞ്ചായത്തും അത് മോശമല്ല. പിന്നെ അതുപോലെ അതായത് പിന്നെ അരുവിക്കര മണ്ഡലത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ദളിത്, പിന്നോക്ക, മുസ്ലിം പിന്നെ എന്താണ് ആളുകളുടെ എണ്ണം നാമമാത്രമല്ല, വളരെ ശക്തമായിട്ടുണ്ട്, വലിയൊരു പെർസെൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അതേസമയം അരുവിക്കര മണ്ഡലത്തിൽ പിന്നെ നായർ കമ്മ്യൂണിറ്റിക്കാണ് മുൻതൂക്കമുള്ള 45% നായർ കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു നായർ, ഒരു പ്രധാനപ്പെട്ട ആളെന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതിൻ്റെ ലിസ്റ്റിന് എടുക്കണം, നമ്മൾ പിന്നെ അത് സൂചിപ്പിച്ചു, അതിൻ്റെ ലിസ്റ്റ് എടുക്കണം. എന്തായാലും തൊളിക്കോട് പഞ്ചായത്ത് മുസ്ലിംസാണ്, കുറ്റിച്ചൽ പഞ്ചായത്ത് ഞാനീ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയുള്ള കണക്കുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഹം പാർട്ടി ചില മണ്ഡലങ്ങളെ നോട്ടമിടുന്നുണ്ട്. പ്രത്യേകിച്ച് കോവളം, കാട്ടാക്കടയിൽ വലിയൊരു സാധ്യതയുണ്ടെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. കാട്ടാക്കട, കോവളം, അരുവിക്കര, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര, പാറശാല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബോർഡർ പഞ്ചായത്തുകൾ, കുറേ പഞ്ചായത്തുകളിൽ പിന്നെ മണ്ഡലങ്ങളിൽ ഹം എന്ന് പറയുന്ന പാർട്ടിക്ക് അവർക്ക് സീറ്റ്, അവർ മത്സരിച്ചാൽ അത്ഭുതമില്ല. ഇനി അവർ മത്സരിച്ചില്ലെങ്കിൽ NDA ആയിട്ട് അവർ പല സ്ഥലങ്ങളിലും അവർ NDA ആയിട്ട് സഖ്യമുണ്ട്. കോൺഗ്രസുമായിട്ട് സഖ്യം വരുമോ, NDA ആയിട്ട്, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ NDA ആയിട്ട് സഖ്യം വരുമോ എന്നറിയില്ല. എന്തായാലും ഈ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച എന്ന് പറയുന്ന, സെക്കുലർ എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ ഒരു സാധ്യത അവർ കാണുന്നു. അല്ലാതെ പൊതുസമൂഹത്തിൽ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആളുകൾ മത്സരിച്ചാൽ അവർ 10,000 വോട്ട് പിടിച്ചാലും അത് ഏതെങ്കിലും പാർട്ടിയെ ബാധിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കേരളത്തിലെ LDF, UDF, NDA മുന്നണികളുമായിട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ അവർ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള സാധ്യത വളരെ വലുതാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ അവർ, കേരളത്തിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ പറഞ്ഞത് അതൊരു സാധ്യത വെച്ചാണ്. പക്ഷെ പല ജില്ലകളിലും മറ്റു ജില്ലകളിലുമൊക്കെ ഹം എന്ന് പറയുന്ന പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അത്ഭുതമില്ല. പക്ഷേ ഒരുപക്ഷെ ഇപ്രാവശ്യം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇല്ലാതെ വന്നാലും അടുത്ത തെരഞ്ഞെടുപ്പിന് ഉണ്ടാകാൻ വലിയ സാധ്യതയാണുള്ളത്. കാരണം അവർ ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായ സാമ്പത്തിക ഉന്നമനത്തിനായിട്ടുള്ള പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അനുരണനം ഉണ്ടാകില്ല. അത് പൊളിറ്റിക്കലായിട്ട് തിരിച്ചടിയാകില്ല എന്നൊന്നും പറയാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും അവർ മത്സര രംഗത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പിന്നെ ഉത്തരം. അതിൻ്റെ ദേശീയ നേതാക്കൾ, പ്രാദേശിക നേതാക്കളൊക്കെ, സംസ്ഥാന നേതാക്കളുടെയൊക്കെ പടം വെച്ചുകൊണ്ടുള്ള വലിയ പരസ്യവും പത്രപരസ്യം ഒക്കെ അതിനകത്ത് വന്നു. അതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവർ കേരളത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർ വളരെ എൻട്രി
വളരെ വലിയ എൻട്രി അവർ നടത്തിയിട്ടുണ്ട്. ജിതിൻ റാം മാഞ്ചി ആണ് എൻ്റെ സ്ഥാപകൻ. 2015 തോന്നുന്നു അത് ഉണ്ടാക്കിയത്. സന്തോഷ് കുമാർ സുമൻ ദേശീയ നേതാവാണ്. അദ്ദേഹം മുൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിയായിരുന്നു ബീഹാറിൽ നിന്നുള്ള. ജിതിൻ റാം മാഞ്ചിയുടെ മകനാണ്. അദ്ദേഹം പാർലമെൻ്ററി നല്ല പ്രധാനപ്പെട്ട നേതാവാണ്. ശ്യാം രഞ്ജിയക് എന്ന് പറയുന്ന മറ്റൊരു നേതാവുണ്ട്. അതുപോലെ തന്നെ പല വലിയ നേതാക്കളും ബീഹാറിൽ നിന്നുള്ള വലിയ നേതാക്കളുമുണ്ട്. അത് കേരളത്തിലും അവർക്ക് നേതാക്കളെ ഈ പ്രൊഫസർ താമരാഷനെ പോലെയുള്ള ആളുകളെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അവർ എങ്ങനെയാണ് ഇത് കൊണ്ടുപോവുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് അവർ വലിയ ഒരു സംവിധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രൊഫസർ എ വി താമരാഷൻ അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ ഈ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറേ മുസ്ലിം പണ്ഡിതന്മാർ, ബിഷപ്പുമാർ, പള്ളിയിൽ അച്ഛന്മാർ, ഹിന്ദു സന്യാസിമാർ, പിന്നെ ദളിത് ആക്ടിവിസ്റ്റുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഹം പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എത്ര MLA വരും അല്ലെങ്കിൽ അവർ നിർണായകമാകുമോ എന്നുള്ളതൊക്കെ കാലം തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എന്തായാലും വേറൊരു മുന്നേറ്റം കൂടി ഈ തെരഞ്ഞെടുപ്പിന് 2026 തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ കാണുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് നമ്മളുടെ ഒരു വിലയിരുത്തലാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഹം പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്ന നമ്മളായിരിക്കും. എന്തായാലും ഇലക്ഷനെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ അവർ മത്സരിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും തീരദേശത്തും ഉള്ള പഞ്ചായത്ത് മണ്ഡലങ്ങളായ കോവളം, പാറശാല, നെയ്യാറ്റിങ്കര, കാട്ടാക്കട, അരുവിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലായിരിക്കും അവർ. പിന്നെ വർക്കല അവർ നോക്കുന്ന മറ്റൊരു മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളിലൊക്കെ അവർ മത്സരിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ പുതിയൊരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് കൂടി കേരളത്തിൽ വരുന്നു. ഹം ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഹം പാർട്ടി തന്നെ മറ്റേതെങ്കിലും കുഞ്ഞു കുഞ്ഞു പാർട്ടികളെ കൂടി പിടിച്ചുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിൽ മത്സരിച്ചാലും അത്ഭുതമില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഈ ദളിത് ആദിവാസി പിന്നോക്ക മേഖലയിലുള്ള ഒരുപാട് സംഘടനകളുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധം വച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത് വലിയ തോതിലുള്ള മത്സരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരളത്തിൽ പുതിയ ഒരു പാർട്ടി കൂടി ഉണ്ടായി. അവർ അതിൻ്റെ സംസ്ഥാന സമ്മേളനമൊക്കെ നടത്തി. വലിയ രീതിയിലാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ആര്യനാട്, അരുവിക്കര മണ്ഡലങ്ങളിലൊക്കെ ഈ പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ അവർ ചില നിർണായകമായ സ്വാധീനമുണ്ടാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം.